നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ വിറപ്പിച്ച് മുട്ടുകുത്തിച്ച് ചോര തുപ്പിച്ച് ഇറാൻ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്ത. ജൂതരെ കൊന്നെറിഞ്ഞ് പേർഷ്യൻ പടയെന്ന് ചില മലയാളം മാധ്യമങ്ങളിലും വാർത്തകൾ. എന്നാൽ ഇസ്രയേലിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താണ്? ഇസ്രയേലിൽ കഴിയുന്ന ചില മലയാളികൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: നാട്ടിലെ ഭീതി ഇസ്രയേലിൽ ഇല്ലെന്ന് അവിടുത്തെ മലയാളികൾ. എല്ലാം പതിവ് പോലെ പോകുന്നു. എന്നാൽ എല്ലാവരും ജാഗ്രതയിലാണ്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഭീഷണി ഉണ്ടെങ്കിൽ സൈറൻ മുഴങ്ങും. അപ്പോൾ സുരക്ഷാ ബങ്കറിലേക്ക് മാറണമെന്നു മാത്രം. അതും എപ്പോഴുമില്ല, ദിവസം 2-3 തവണ മാത്രം. ഇസ്രയേലിൽ ജനജീവിതം സാധാരണ പോലെ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് ജെറുസലേമിൽ കെയർ ഗിവറായി ജോലി ചെയ്യുന്ന അഖിൽ അൽഫോൻസ് ടെലിഫോണിൽ പറഞ്ഞു. നാട്ടിൽ നിന്ന് വിളിക്കുന്നവർക്കാണ് ഭീതി. സൈറൻ മുഴങ്ങുമ്പോൾ ബങ്കറിലേക്ക് മാറുന്നതാണ് സുരക്ഷിതം. പലപ്പോഴും ഒന്നും സംഭവിച്ചില്ല എന്നിരിക്കും. ഇത് പതിവാകുമ്പോൾ പലരും ബങ്കറിലേക്ക് പോകാതെ മുറിയിലോ പുറത്തോ തങ്ങും. ഇസ്രയേലിന്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം മറികടന്നെത്തിയ അപൂർവം മിസൈൽ പതിച്ചും ഇത് തകർക്കുന്ന മിസൈലുകളുടെ ചീള് തെറിച്ചും ഏതാനും പേർ മരിച്ചതും ചിലർക്ക് പരിക്കേറ്റതും അതിനാലാണ്. ഇറാനിൽ നിന്ന് അയച്ച മിസൈലുകളിൽ വളരെ കുറച്ച് എണ്ണത്തിന് മാത്രമേ അയൺ ഡോം പ്രതിരോധ സംവിധാനം മറികടക്കാനായിട്ടുള്ളൂ. ഇപ്പോൾ മിസൈലുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇറാനുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. ടെഹ്റാനിലും പരിസരത്തിലുമുള്ള 10,000-ഓളം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനാണ് പദ്ധതി. ജമ്മു കാശ്മീർ, കർണാടക, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1,500-ഓളം ഇന്ത്യക്കാരെ സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചു. ഇതിൽ 110 വിദ്യാർത്ഥികളെ ആദ്യഘട്ടമെന്ന നിലയിൽ ബുധനാഴ്ച ഡൽഹിയിലേക്ക് എത്തിക്കും. അർമേനിയ, UAE എന്നീ രാജ്യങ്ങൾ വഴി കരമാർഗങ്ങളിലൂടെയാണ് ഒഴിപ്പിക്കൽ. ഇറാനുമായി യുദ്ധം തുടങ്ങിവെച്ച ഇസ്രയേൽ തങ്ങളുടെ പൗരന്മാരെയും മറ്റ് രാജ്യക്കാരെയും സുരക്ഷിതരാക്കിയിരിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ജനങ്ങളുടെ സുരക്ഷ ഭദ്രമാക്കി. എന്നാൽ ഇറാന് അവരുടെ പൗരന്മാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഗതികേടാണ്. മാത്രമല്ല, ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഒരു അനുഗ്രഹമായി കാണുകയാണ് ഇറാൻ. കാരണം ഇസ്രയേൽ സിവിലിയൻസിനെ കൊന്നൊടുക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും നെതന്യാഹുവിന് നേരെ യുദ്ധക്കുറ്റം ആരോപിക്കുകയും ചെയ്യാനുള്ള നീക്കം. സ്വന്തം ജനങ്ങളെയും ഇറാൻ സൈന്യത്തെയും യുദ്ധക്കളത്തിലിട്ട് ഖമനേയി കുടുംബത്തോടെ രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് ഇറാനിലെ സ്ഥിതി. ഇതിനിടെ ഇസ്രയേലിൽ നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണയുമായി ജനങ്ങൾ. ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിലേക്ക് തിരിച്ചടിച്ചത് പലരെയും ഞെട്ടിച്ചിരുന്നു. ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇതുവരെ 24 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി 1,200-ഓളം പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്ന് നെതന്യാഹുവിന് സ്വന്തം നാട്ടുകാരിൽ നിന്ന് വൻതോതിൽ എതിർപ്പ് ഉയർന്നിരുന്നു. സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പലരും നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നെതന്യാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഇസ്രയേൽ പൗരന്മാർ പോലും ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഉറച്ച പിന്തുണയാണ് നൽകുന്നത്. രാത്രികാലങ്ങളിൽ ഇറാനിൽ നിന്നുള്ള ഭീഷണി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. എങ്കിലും ഭൂരിഭാഗം ജനങ്ങളും നെതന്യാഹുവിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നു. 2 ദിവസം മുമ്പ് അകം ലാബ്സിലെ ഗവേഷകർ നടത്തിയ വോട്ടെടുപ്പിൽ ഇറാനെതിരായ ആക്രമണത്തിന് 16% ഇസ്രയേലികൾ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. മധ്യ ഇസ്രയേലിലെ റാനായിൽ നിന്നുള്ള ഒരു സർജൻ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്നുവെന്നും എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ പിന്തുണ എന്നുമാണ് വ്യക്തമാക്കിയത്. യുദ്ധത്തിൽ നെതന്യാഹു ശക്തനായ ഒരു നേതാവാണെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം ഗവേഷകരോട് പറഞ്ഞു. അതേസമയം യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ഈ ഡോക്ടർ ആവശ്യപ്പെടുന്നു. ഇസ്രയേലിന്റെ കഴിവുകൾ ഇറാന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞതായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ നെതന്യാഹുവിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം മാറിയിട്ടില്ലെന്നും ഇസ്രയേലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നേതാവാണ് അദ്ദേഹം എന്നുമാണ് സർവേയിൽ പങ്കെടുത്ത ഒരാൾ അഭിപ്രായപ്പെട്ടത്. ഇറാന്റെ ആണവ ഭീഷണിയിൽ നിന്ന് നെതന്യാഹു രാജ്യത്തെ രക്ഷിക്കുകയാണ് എന്നും ചിലർ വാദിക്കുന്നു. ഇറാനിലെ സൈനിക മേധാവികളെ വധിച്ച കാര്യവും ആണവ നിലയങ്ങൾ തകർത്തതും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ പരമോന്നത നേതാവായ ഖമേനിയെ വധിക്കാൻ ഇസ്രയേലിന് നിഷ്പ്രയാസം കഴിയുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. പതിറ്റാണ്ടുകളായി ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന നേതാവാണ് നെതന്യാഹു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രയാസം ജയിച്ചു കയറാൻ നെതന്യാഹുവിന് ഇറാനെതിരായ പോരാട്ടം ഏറെ സഹായകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. 20 വർഷത്തോളമായി ഇറാനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ഇസ്രയേൽ. അതിനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നു. അപ്പോഴെല്ലാം നെതന്യാഹു തന്നെയായിരുന്നു അധികാരത്തിൽ.
നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമാണ്. 1981 ഓപ്പറേഷൻ ഓപ്പറയിലൂടെ ഇറാഖിലെ ആണവ കേന്ദ്രങ്ങളെ തകർത്തതുപോലെ തങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണിയാകുന്ന ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും നാമാവശേഷമാക്കുക. 2012 ആയതോടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ മൂർധന്യത്തിലെത്തി. അതേ വർഷമാണ് ഇറാൻ നടത്തുന്ന ആണവ പരിപാടിയെക്കുറിച്ചും അതിന്റെ ഭീഷണിയെക്കുറിച്ചും നെതന്യാഹു ലോക നേതാക്കളോട് വിശദീകരിക്കുന്നതും. 2015 ഇറാനുമായി ആണവ നിർവ്യാപന ഉടമ്പടി ഉണ്ടാക്കാനായി ഒബാമ മുന്നിട്ടിറങ്ങിയപ്പോൾ നെതന്യാഹു ഇടഞ്ഞിരുന്നു. ഒബാമയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റായി എത്തിയ ഡൊണാൾഡ് ട്രംപിനെ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ നെതന്യാഹു നിർബന്ധിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോൾ ഇറാനുമായി വീണ്ടും ഒരു കരാറിന് മുതിർന്നു. ഇതും നെതന്യാഹുവിനെ ചൊടിപ്പിച്ചു. കൃത്യസമയത്താണ് 2 പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി ആണവ നിർവ്യാപന കരാർ ഇറാൻ ലംഘിച്ചുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ സമയം നോക്കിയാണ് ഇസ്രയേൽ ഇറാനിൽ ബോംബ് വർഷിച്ചത്. ജനപ്രീതി നഷ്ടപ്പെടുമ്പോൾ വൈകാരികമായി ജനങ്ങളെ തനിക്കൊപ്പം നിർത്തുന്നതിനു വേണ്ടി ഭരണാധികാരികൾ നടത്തുന്ന നീക്കമാണ് യുദ്ധമെന്നും വിമർശനം ശക്തമാണ്. ഇപ്പോൾ ജനപ്രീതി ഉയരുമ്പോൾ നെതന്യാഹു മനസ്സിൽ കണ്ടത് സംഭവിക്കുകയാണ്. തീവ്ര വലതുപക്ഷം തന്റെ സഖ്യകക്ഷിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയേക്കാം എന്ന ഭയമാണ് ഗാസയിലെ യുദ്ധം തുടരുന്നതിനും കരാറിലൂടെ ബന്ദികളെ മോചിപ്പിക്കാതിരിക്കുന്നതിനും കാരണമെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കാൻ നെതന്യാഹുവിന് സാധിച്ചു. ഇസ്രയേലിന് ഭീഷണിയായ ഹമാസുമായി കരാറിൽ ഏർപ്പെടേണ്ടി വന്നാൽ നെതന്യാഹു ഉയർത്തുക ഇറാനെതിരായ പോരാട്ടത്തിൽ ഒപ്പമുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടി വന്നു എന്നാകും.